പക്ഷെ കുറ്റം ചെയ്യാത്ത ഒരാളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ആ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളും കൂടെ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ് അല്ലേ? ഓരോ നിമിഷവും അനുഭവിക്കുന്നില്ലേ? ആ ഒരു വേദന നമ്മൾ കാണണ്ടേ? ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കേസിൻ്റെ ആദ്യ ഒരു സമയത്ത് അമ്മ സംഘടനയിലുള്ള കുറേ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് നടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഫലമായിട്ടാണ് ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ തിങ്ക് ചെയ്തത്. ആ സമയത്ത് ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യരാണ് സംസാരിച്ചത്. ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും പേഴ്സണലി പെട്ടെന്ന് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടോ? ഇത്രയും ആധികാരികമായിട്ട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം അതിന് മാത്രം ബുദ്ധിയുള്ള ആളല്ല ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്. പക്ഷെ അന്ന് നടന്ന അതിൽ ഞാനും ഉണ്ടായിരുന്നു. അത് ആർക്കാ പറയാൻ കഴിയാത്തത്? അമ്മയിൽ നിന്നും ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ രാജിവെച്ച് പോയതാണ്. കാരണം പ്രശ്നങ്ങൾ വേണ്ട, എന്നെ ചൊല്ലി ഇവിടെ പ്രോബ്ലം വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയ ആളാണ് ദിലീപ് അല്ലേ? ഇപ്പോൾ ആ സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുറ്റം ചെയ്തവരിപ്പോഴും ശിക്ഷിച്ചല്ലോ. ഇപ്പൊ ശിക്ഷിച്ചില്ലേ 6 പേരെ? ഇത് ഒരാളെ തന്നെ ശിക്ഷിക്കണമെന്ന് ചില ആൾക്കാർക്ക് ടാർഗറ്റ് ഉണ്ടാവുമായിരിക്കും.